ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 20ാമത്തെ ചാപ്റ്ററാണ് പെരിമീറ്റേഴ്സ് ആൻഡ് ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ്. പെരിമീറ്റേഴ്സ് ആൻഡ് ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ, അതായത് നമുക്ക് പല ഷേപ്പുകൾ ഉണ്ടാവും. ആ ഷേപ്പുകളുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, അതേപോലെ ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സ്ക്വയറോ അല്ലെങ്കിൽ ഒരു സർക്കിളോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ എന്താണ് ട്രയാങ്കിളോ ഒന്നും ആയിരിക്കില്ല. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഷേപ്പുകളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഓരോന്നിൻ്റെയും എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്, പെരിമീറ്റർ ആണോ ഏരിയ ആണോ അത് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന തരത്തിൽ. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്താണ്, നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള ഷേപ്പുകളുടെയൊക്കെയും പെരിമീറ്ററും ഏരിയയും പഠിച്ചു വയ്ക്കണം, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഷേപ്പുകൾ തന്നാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതിൽ ഏതൊക്കെ ഷേപ്പുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ സ്ക്വയർ, ആദ്യം നമുക്ക് സ്ക്വയർ ഉണ്ടാവും. സ്ക്വയറൊക്കെയുള്ള ഷേപ്പുകളായിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണാം? സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. എ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സൈഡും കൂടെ കൂട്ടുന്നത്, അതായത് 4a. ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും, വശം ഇൻറ്റു വശം, 4 ഇൻറ്റു വശം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അതിന് ഈക്വൽ ആയിട്ട് വരുന്നത്. ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. പെരിമീറ്റർ 2 ഇൻറ്റു L + B. ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു B. ഇനി ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ്? അതിൻ്റെ എല്ലാ വശം കൂടെ കൂട്ടിയാൽ മതി. ABC എന്ന് പറയുന്ന വശങ്ങളാണുള്ളെങ്കിൽ എന്താണ്, A + B + C, അതാണ് അതിൻ്റെ പെരിമീറ്റർ. ഇനി ഏരിയ കാണാനായിട്ട് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് അര BH, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. B എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ബേസ്, H എന്ന് പറയുന്നത് അതിൻ്റെ ഉയരം. സൈഡല്ല, അത് ഉയരാണ്. ഇത് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഏരിയ കാണാനുള്ള വേറെ ഇക്വേഷനാണ് √S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C. ഈ S എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും കൂടി കൂട്ടിയതിൻ്റെ ആവറേജ് ആണ്. A + B + C/2. ഇതാണ് എന്ത്, S എന്ന് പറയണത്. അപ്പോൾ √S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C ആണ് എന്ത്, വേറെ ഒരു ഏരിയ കാണാനുള്ള വേറൊരു ഇക്വേഷൻ. ഇനിയുള്ളത് ട്രപ്പീസിയാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ്. ഹാഫ് ഇൻറ്റു, അതായത് ട്രപ്പീസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്. 2 സൈഡല്ല, 1 ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് പാരലാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ആ 2 പാരലായിട്ടുള്ള സൈഡ്സിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ സമ്മ്. ഇനി റോംബസ് ആകുമ്പോൾ അര ഇൻറ്റു ഏരിയ കാണാനായിട്ട് അര ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ്, കുറുകെ വരയ്ക്കണത്. അപ്പം എന്താണ്, അര ഡയഗണലിൻ്റെ പ്രോഡക്റ്റ്, 2 ഡയഗണൽ ഇൻറ്റു ചെയ്യണത്. ഇനി സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനായിട്ട് 2πr, ഏരിയ കാണാനായിട്ട് πr². അപ്പം ഇത്രയും ഇക്വേഷൻസ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഇക്വേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഇപ്പോൾ 2 സർക്കിൾ വരും. അപ്പോൾ ആ 2 സർക്കിൾ വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏരിയ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ്, ആ വലിയ സർക്കിളിൻ്റെ ഏരിയന്ന് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൽ 6 കാണണം. അപ്പോൾ വലിയ സർക്കിളിൻ്റെ 6 റേഡിയസ് ഉണ്ടാവും, ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചൊന്ന് ചെയ്യാവുന്ന കണക്കുകൾ. പക്ഷേ ഇക്വേഷൻസ് ഒക്കെ എന്താണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് ഉണ്ടാവുക. നമുക്കിനി കണക്ക് വരുമ്പോൾ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെരിമീറ്റേഴ്സും ഏരിയാസും സ്ക്വയർ കണ്ട ഓരോ സൈഡും A എന്നാണ് പറയുക. അപ്പോൾ പെരിമീറ്റർ 4a, ഏരിയ എന്ന് പറയണത് A². റെക്റ്റാങ്കിൾ ആകുമ്പോൾ 2 സൈഡ് ഉണ്ട്, L ഉണ്ട് B ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. പെരിമീറ്റർ 2 ഇൻറ്റു L + B, ഏരിയ എന്ന് പറയണത് L ഇൻറ്റു B. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ABC എന്ന് പറയുന്ന സൈഡ്സ് ഉണ്ട്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. ഏരിയയ്ക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് അര BH ആണ്. ഈ B എന്ന് പറയണത് ബേസ് ആണ് കേട്ടോ, ഇത് ബേസ് ആണ്. H എന്ന് പറയണത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ലെങ്ത്ത്, ഹൈറ്റ് ആണ് വരുന്നത്. ഇനി ഏരിയ കാണാനുള്ള വേറെ ഇക്വേഷൻ S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C. S എന്ന് പറയണത് ഈ 3 വശങ്ങളും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് 3 ആണ്. ഇനിയുള്ളത് ട്രപ്പീസിയാണ്.
അപ്പോൾ ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ അരേ ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഇതുമാണ് പാരലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണോ ലെങ്ത്ത്, ഇവിടെ എത്രയാണോ ലെങ്ത്ത്, അത് കൂട്ടിയിട്ട് ഇൻറ്റു ഹാഫ്. റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അര പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. ഇതാണ് ഡയഗണൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു ഹാഫ്. സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് 6, പെരിമീറ്റർ 2πr, ഏരിയ πr². പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 വരും, 22/7 വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കണക്ക് നോക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക് 625 മീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ വയർ റിക്വയർഡ് ടു ഫെൻസ് അറൗണ്ട് ദി പാർക്ക്. പാർക്കിന് ചുറ്റും എന്താണ്? അപ്പോൾ ഒരു സ്ക്വയർ പാർക്കിൻ്റെ ഏരിയ തന്നിരിക്കുകയാണ്. എത്രയാണ്? 625 ഇതിന് ചുറ്റും ഒരു വയർ കെട്ടാൻ വേണ്ടിയിട്ട് എത്ര വയർ വേണ്ടി വരും, ഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വയർ വേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ പാർക്കാണ്, 4 വശവും എന്നാണ് കാണിക്കുക. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് A². ഏരിയ തന്നിട്ട് എത്രയാണ്? 625 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ. അതിൽ ഒരു വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? √625. അപ്പോൾ 25 മീറ്റർ. വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ ഒരു വശം നമുക്ക് 25 കിട്ടി. അപ്പോൾ എന്താണ് പെരിമീറ്റർ എന്ന് പറയുന്നത്? 4 × 25 100 മീറ്റർ. ഇനി നോക്കിയൊരു റോംബസ് തന്നിരിക്കുകയാണ്. ആ റോംബസിൻ്റെ എന്താണ് ഒരു ഡയഗണൽ 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഒരു സൈഡ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ റോംബസിൻ്റെ എല്ലാ വശങ്ങളും ഈക്വലാണ്. ഇവിടെ 10 ആണെങ്കിൽ എല്ലാ വശത്തും ഈക്വലാണ്. ഇനി നോക്കാനുള്ളത് ഈ ഡയഗണൽസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. 90 ഡിഗ്രിയാണ് വരിക. മൊത്തം 12 അപ്പോൾ 6 ആണ് വരിക. നിങ്ങൾ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായി. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 10 കിട്ടി, ഹൈറ്റ് 6 കിട്ടി. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാമല്ലോ. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ബേസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. ഇവിടെയാണ് നമുക്ക് 8 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും എന്ത്? ഇവിടെ നിന്ന് അങ്ങോട്ടും അതും 8 ആയിരിക്കും. അപ്പോൾ എന്താണ്? 16. ഏരിയ എങ്ങനെയാണ് കാണേണ്ടത്? ഹാഫ് ഇൻറ്റു ഡയഗണലിൻ്റെ പ്രോഡക്റ്റ്. ഹാഫ് ഇൻറ്റു 16 × 12 96 സെൻറ്റിമീറ്റർ. ഇനി വേറൊരു ടൈപ്പ് കണക്കാണ്. 3 മീറ്റർ ലെങ്ത്ത് ഉള്ള അല്ലെങ്കിൽ വിഡ്ത്തുള്ള ഒരു സർക്കുലാർ പാത്തുണ്ട്. അതിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 മീറ്ററാണ്. 9 മീറ്ററാണ്. ആ പാത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പാത്തിലേക്കുള്ളത് 9 മീറ്ററാണ്. ആ പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഈ സെൻറ്ററിൽ നിന്ന് ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പാത്തിലേക്കുള്ള ലെങ്ത്ത് 9 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ അവിടെ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 മീറ്റർ വിഡ്ത്ത് ഉണ്ട്. 3 മീറ്റർ വിഡ്ത്ത് കഴിയുമ്പോൾ പിന്നെയും ഒരു സർക്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 സർക്കിളുണ്ട്. അപ്പോൾ പാത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ വിഡ്ത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ വരെയുള്ള 9 + 3 ആണ്, 12 മീറ്ററാണ്. ചെറിയ സർക്കിളിൻ്റെ 9 മീറ്ററാണ്. അപ്പോൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ πr². πr² എന്നാണത് വലിയതിൻ്റെ πr² മൈനസ് ചെറുതിൻ്റെ ഏരിയ πr². കുറയ്ക്കുമ്പോൾ നമുക്ക് 198 മീറ്റർ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ വരാനുള്ള കണക്കുകൾ. നന്നായിട്ട് പഠിക്കാം.